സുരേഷ് ഗോപിക്ക് ഇത് നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്ന് ഗണിച്ചു നോക്കേണ്ടി വരും. സാധാരണ ലോട്ടറി അടിക്കുന്നത് പോലെയാണ് കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ ആളുകൾക്ക്. പലരും ഭയങ്കര സന്തോഷത്തിലാകും കേന്ദ്രമന്ത്രിസ്ഥാനമൊക്കെ ഏറ്റെടുത്ത് വിലസി നടക്കുന്നത്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടേ മണ്ഡലത്തിൽ പോലും പലരും തിരിഞ്ഞു നോക്കാറുള്ളൂ. എന്നാൽ സുരേഷ് ഗോപി ആകട്ടെ, അയ്യോ മന്ത്രിസ്ഥാനം എനിക്ക് തലവേദനയാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമേ, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരൂ, അനുവാദം തരൂ എന്നിങ്ങനെ കെഞ്ചി നടക്കുകയാണ്. ആരോടാണ് ഈ കെഞ്ചുന്നത്? ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അമിത്ഷായോടും മോദിജിയോടുമൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു, ജയിച്ച MP ആയാലും മന്ത്രി ആയാലും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, സിനിമ എൻ്റെ പാഷനാണ്, അതെൻ്റെ ജോലിയാണ്, അതിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. ഇതൊക്കെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും. അന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു, ഇപ്പോൾ അവരുടെ അനുമതിക്ക് വേണ്ടി നടക്കുന്നു. ഇപ്പോൾ ഇത് പറയുന്നത് തൻ്റെ അടുത്ത സുഹൃത്തുക്കളും സിനിമാ സുഹൃത്തുക്കളോടുമൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. എന്നെ അവർ നേതാക്കൾ വിശ്വാസവഞ്ചന കാണിച്ച് എന്നോട് പറഞ്ഞു പറ്റിച്ചു. അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അവസരം ലഭിക്കും, അനുമതി നൽകാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് സിനിമാ അഭിനയത്തെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് മന്ത്രി പദവിക്കാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല, എപ്പോഴും കിട്ടുന്ന അവസരമല്ല. നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് അയച്ചു. നിങ്ങൾക്ക് ആ ജനങ്ങൾക്കുള്ള സമ്മാനമായി ഇതാ മന്ത്രി പദവി നൽകിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മന്ത്രി പദവിയോട് 5 വർഷം കൂറു പുലർത്തുക എന്നതാണ്, മറ്റ് പരിപാടികൾ വേണ്ട എന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ ദുശാഠ്യം അവിടെയും നിൽക്കുന്നില്ല. ദുശാഠ്യം ആ വാക്കുകൾ കേൾക്കുമ്പോഴൊന്നും നിൽക്കുന്നില്ല. ദുശാഠ്യം എനിക്ക് സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത്, അപ്പോഴേ പുകഞ്ഞ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹമന്ത്രി സ്ഥാനമാണുള്ളത്, നേരെ ക്യാബിനറ്റ് മന്ത്രി ആക്കിയില്ല എന്നെ. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ സഹമന്ത്രി ആകുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ അനുമതി നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ മറുകണ്ഠം ചാടുന്നത് എന്നൊക്കെ സുരേഷ് ഗോപി പൊട്ടിത്തെറിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ. തനിക്ക് സിനിമ അഭിനയിച്ചേ പറ്റുമെന്നാണ്. ഇത് കരാറൊപ്പെട്ട കമ്പനികളൊക്കെ ആണെങ്കിൽ വലിയ വമ്പൻ കമ്പനികളാണ്, ഗോകുലം മൂവീസ്, മമ്മൂട്ടി കമ്പനി, അവരൊക്കെ ആയിട്ടാണ് ധാരണയായിട്ടുള്ളത്. അവരിൽ നിന്നൊക്കെ വമ്പൻ തുക അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. ഇനി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് വെറും 3 കോടി രൂപയായിരുന്നു പ്രതിഫലം. കേന്ദ്രമന്ത്രി ആയ ഉടനെ ഇയാൾ എന്ത് ചെയ്തു? 9 കോടിയാക്കി, പ്രതിഫലം 9 കോടി രൂപയാക്കി. 9 കോടി രൂപയ്ക്ക് പുറമെ 2 കാരവാൻ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കാരവാൻ ഇയാൾക്ക് വിശ്രമിക്കാനും മറ്റൊരു കാരവാൻ മന്ത്രിയുടെ ഓഫീസ് സജ്ജീകരിക്കാനും വേണ്ടിയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2 കാരവാനും 9 കോടി രൂപയും നൽകാമെന്ന് ഉറപ്പിച്ചാണ് കരാറുകൾ. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അഭിനയിക്കാതിരിക്കാനും തരമില്ല. ചെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം പറയുന്നത്, നിങ്ങൾ അഭിനയത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മന്ത്രി പദവിയോടാണ്, ജനങ്ങളോടാണ് നീതി പുലർത്തേണ്ടതെന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. ഇതാണ് സുരേഷ് ഗോപിയെ വിറളി പിടിപ്പിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് ഇഷ്ടമാണോ? സുരേഷ് ഗോപിയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഇഷ്ടമല്ല. കാരണം എന്താണ്? സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ വരെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു. BJP ഒരു വശത്തേക്ക് പോകും, സുരേഷ് ഗോപി മറ്റൊരു വശത്തേക്ക് പോകും. മുകേഷിൻ്റെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, കോടതി തീരുമാനിക്കും. BJP പറഞ്ഞ മുകേഷ് രാജിവെക്കണമെന്നായിരുന്നു BJPയുടെ ഔദ്യോഗിക നയം. സുരേഷ് ഗോപി അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അങ്ങനെ പിന്നെ അതുമാത്രമല്ല, മണ്ഡലത്തിൽ സുരേഷ് ഗോപി എത്തുന്നില്ല. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയത് സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് സുരേഷ് ഗോപി മേനി പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് താഴെത്തട്ടിൽ ക്യാമ്പയിൻ നടത്തി, മെമ്പർഷിപ്പ് കൂട്ടി, അങ്ങനെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ BJP നേതാക്കൾക്കും പങ്കുണ്ടെന്ന് BJP നേതാക്കൾ പറയുന്നു. എന്നാൽ സുരേഷ് ഗോപി അതൊന്നും അംഗീകരിക്കുന്നില്ല. തൻ്റെ താരപ്രഭാവം കൊണ്ടാണ് താൻ ജയിച്ചതെന്നാണ്, അല്ലാതെ പൂരം കലക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ കൊണ്ടോ ഒന്നും ജയിച്ചതല്ല എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. ഏതായാലും പൂരം കലക്കിയപ്പോൾ മൊണ്ടി സുരേഷ് ഗോപി അവിടെ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിനും ഇഷ്ടമല്ല സുരേഷ് ഗോപിയോട്. കാരണം എന്താണ്? അനുസരണ കാണിക്കുന്നില്ല. അവിടെയും പോയിട്ട് ഈ ഷിട്ട് അടിയാണ്, പൊങ്ങച്ചം പറച്ചിലാണ്. തനിക്കിത് വേണം അത് വേണമെന്ന പിടിവാശിയാണ്. സുരേഷ് ഗോപി തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ പിടിവാശിക്കാരനാണെന്ന്. പക്ഷേ കേന്ദ്ര നേതൃത്വം അതിന് വശംവദരാകുന്നില്ല, അങ്ങോട്ട് അനുമതി കൊടുക്കുന്നില്ല, ചാഞ്ഞു കൊടുക്കുന്നില്ല. സംസ്ഥാന നേതൃത്വമാണെങ്കിലോ സുരേഷ് ഗോപിയെ ഏതാണ്ട് പൂർണ്ണമായും തഴഞ്ഞ മട്ടാണ്. കാരണം അവർ പറയുന്നതൊന്നും സുരേഷ് ഗോപി കേൾക്കുന്നില്ല. പലപ്പോഴും അവരുടെ ഫോൺ കോൾ പോലും സുരേഷ് ഗോപി എടുക്കാറില്ല. സുരേഷ് ഗോപിക്ക് ഇഷ്ടമുള്ള 1-2 ആളുകൾ വിളിച്ചാൽ സുരേഷ് ഗോപി ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കുക പോലുമില്ല എന്നാണ് BJP നേതാക്കൾക്കുള്ള പരാതി. മണ്ഡലത്തിലെ ജനങ്ങൾക്കും അതേ പരാതി തന്നെയാണ്. ഏതായാലും കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ഈ സേവാഭാരതിയുടെ ആംബുലൻസ് സഞ്ചരിച്ചതിന് കേസ് വന്നു. അതുപോലെ പൂരം കലക്കിയത് ഒരു ഷെയ്ഡായി നിൽക്കുന്നുണ്ട്. പൂരം കലക്കിയതിൻ്റെ ഫലമായാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന ഒരു ഷെയ്ഡ്, ഒരു നിഴൽ അവിടെ ഉണ്ട്. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു ദുരന്ത നായകനാണ് സുരേഷ് ഗോപി ഇപ്പോൾ. മറ്റൊന്നുമല്ല, കേന്ദ്ര നേതൃത്വത്തിന് ഇഷ്ടമല്ല, സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും തഴഞ്ഞ മട്ടാണ്.
ബാക്കിയാണെങ്കിലോ ജനങ്ങളാണെങ്കിലോ സുരേഷ് ഗോപിക്ക് എതിരും. അങ്ങനെ ഒരു ദുരന്ത സിനിമയുടെ ദുരന്ത നായകനായി സുരേഷ് ഗോപി ഇങ്ങനെ കിട്ടിയ അവസരങ്ങളൊക്കെ പാഴാക്കി നടക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.